Hi all and welcome to this video whereby we will be discussing how to pursue a professional course along with graduation, what are the various options available to pursue as a professional course and how to enroll for the same. Since you are stepping into a beautiful phase of graduation with the Department of BCom Finance and Taxation of the prestigious St. Agnes College, Peruvantana, we warmly welcome you to this program and let's go ahead with the video and check out the details for the same. So let me introduce myself. My name is Jomal George, and I am a career consultant as well as a faculty for professional courses, which are CA and CMA. So now let's go to the first question for the discussion. So here is the first question for discussion, that is, why to choose a professional course along with graduation? Graduation പ്രോഗ്രാമിന്റെ കൂടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് കൂടെ ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നാണ് ഇതിന്റെ ഫസ്റ്റ് ആസ്പെക്ട്. അതിന് നമ്മൾ റീസണും റിലവൻസും അടക്കം വി ഹാവ് ടു ഗോ ഫോർ ഡിസ്കഷൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ വി ഹാവ് ദ ആൻസർ ഹിയർ. അതിന്റെ ഉത്തരവിടുന്നത് ദ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ എന്തുകൊണ്ട് ഗ്രാജുവേഷന്റെ കൂടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് കൂടെ ചെയ്യണം എന്നുള്ളതിന് 4 കാരണങ്ങളാണ്. ഒന്നാമത്തെ റീസൺ ഇസ് ദാറ്റ് ദ പാരലൽ സിലബസ് ഫോർ ബോത്ത് ദ ഗ്രാജുവേഷൻ ആൻഡ് പ്രൊഫഷണൽ പ്രോഗ്രാം. എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാജുവേഷന് പഠിക്കുന്ന എന്ത് സിലബസ് ആണോ ഓൾമോസ്റ്റ് അതേ സിലബസ് തന്നെയാണ് പ്രൊഫഷണൽ പ്രോഗ്രാം പഠിക്കാനുള്ളത്. ഉദാഹരണത്തിന് ഗ്രാജുവേഷൻ നമ്മൾ പഠിക്കുന്ന കോസ്റ്റിംഗ്, അക്കൗണ്ടൻസി, ലോ, ടാക്സേഷൻ, ഓൾ ദീസ് പേപ്പേഴ്സ് ആർ ദർ ഫോർ പ്രൊഫഷണൽ പ്രോഗ്രാം ആസ് വെൽ. അപ്പോൾ ഡെപ്തിലെ വേരിയേഷൻ മാത്രം ഒഴിച്ചു നിർത്തിയാൽ പഠിക്കുന്ന സബ്ജക്റ്റ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. സോ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ആണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, we can have an additional outstanding qualification once you finish your graduation. അതായത് നമ്മൾ സാധാരണഗതിയിൽ ബികോം കഴിഞ്ഞ് ക്വാളിഫിക്കേഷൻ ബികോം കഴിഞ്ഞാൽ അതിന്റെ കൂടെ അഡീഷണലി നമുക്കൊരു CA ഇന്റർമീഡിയറ്റ് ഓർ CMA ഇന്റർമീഡിയറ്റ് അതുപോലത്തെ മറ്റൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കൂടെ ഉണ്ടെങ്കിൽ അതൊരു അഡീഷണൽ ഔട്ട്സ്റ്റാൻഡിംഗ് ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ദാറ്റ് ഗിവ്സ് യു an extra edge in competition. And third one is the affordable course for both the programs. എന്ന് വെച്ചാൽ നമ്മൾ ബികോം ചെയ്യുമ്പോഴും പ്രൊഫഷണൽ കോഴ്സിന്റെ കൂടെ ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ട് ചിന്ത വരും, ഇതിന് അഡീഷണൽ ഫീസ് അല്ലേ, അത് അത്രയും ഫീസൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ബട്ട് ദ റിയൽ ഫാക്ട് ഇസ് ദാറ്റ് ഈ 2 പ്രോഗ്രാമിനും ചേർന്നുള്ള ഫീസ് വളരെ അഫോർഡബിൾ ആണ്. അത് നമുക്ക് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സ്ലൈഡിൽ വി വിൽ ബി ഡിസ്കസിങ് എത്രയാണ് ഫീസ്, എന്താണ് ഫീസ് എന്ന്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഒബ്വിയസ്ലി, 4ാമത്തെ റീസൺ ഇസ് ലൈക്ക് ദ ടൈം സേവിങ്സ്. നമ്മൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷന്റെ കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ടൈം സേവിങ്സ് ആണ്. ഉദാഹരണത്തിന് നിങ്ങൾ ബികോം കഴിഞ്ഞിട്ടാണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അഡീഷണൽ സമയം പിന്നീട് വേണ്ടി വരില്ല. സിമ്പിൾ ലോജിക്. അതേസമയം അതേ പ്രോഗ്രാം ബികോമിന്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ടൈം സേവിങ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റീസൺ ആയിട്ട് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ടു ഡിസ്കസ് ദ നെക്സ്റ്റ് ആസ്പെക്ട്. നമ്മൾ നേരത്തെ സംസാരിച്ച അതേ പോയിന്റിന്റെ സമ്മറി ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. അതായത് എന്തുകൊണ്ടാണ് നമുക്ക് ഗ്രാജുവേഷൻ പ്രോഗ്രാമിന്റെ കൂടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് കൂടെ ചെയ്യേണ്ടത്. The answer is there in this particular statement itself. അതായത് our world is on a race to achieve competency. എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയുടെയും അഡീഷണൽ സ്കിൽ സെറ്റ് നോക്കിയിട്ടാണ് ഇപ്പോൾ ആ കോമ്പറ്റീഷൻ, കരിയറിലേക്കുള്ള കോമ്പറ്റീഷനിൽ ഹൂ ഈസ് ഗോയിങ് ടു ക്ലൈംബ് ദ ലാഡർ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ബികോം ഗ്രാജുവേറ്റ് ആണ്, പക്ഷേ ഒരു ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന വ്യക്തിയും ബികോം ഗ്രാജുവേറ്റ് ആണ്, ബട്ട് അദ്ദേഹത്തിന് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ദാറ്റ് ഗീവ്സ് ഹിം ആൻ എക്സ്ട്രാ എഡ്ജ്. ആ ഒരു എക്സ്ട്രാ എഡ്ജ് സ്വാഭാവികമായിട്ടും വൺസ് വി ആർ ഫേസിങ് അറ്റ് ദ എഡ്ജ് ഓഫ് കരിയർ, like they will choose somebody who is having that extra uniqueness or extra advantage or skill set, whatever it is. അതാണ് ഈ പ്രൊഫഷണൽ കോഴ്സിന്റെ റിലവൻസ്. അപ്പം എന്തുകൊണ്ട് എന്നെ നിങ്ങൾ ഈ കരിയറിലേക്ക് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ജോബിലേക്ക് എന്നെ സെലക്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ യുണീക്നെസ് അല്ലെങ്കിൽ എൻ്റെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഗീവ്സ് ദ റിലവൻസ് ഓഫ് എന്തുകൊണ്ട് ബികോമിനൊപ്പം ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ. സോ നൗ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ പ്രൊഫഷണൽ കോഴ്സുകളുടെ കൂടെ, അതായത് ഗ്രാജുവേഷന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന 2 പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഒന്ന് CAയും മറ്റൊന്ന് CMAയും. ഈ 2 കോഴ്സിന്റെയും ക്ലാസ്സുകൾ, ഈ 2 കോഴ്സിന്റെയും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ക്യാമ്പസിൽ ലഭ്യമാണ്. സോ ലെറ്റ്സ് ഗോ ടു എന്താണ് ഈ CA, എന്താണ് CMA എന്ന കോഴ്സിന്റെ പ്രൊഫൈലിലേക്ക് ഒരു ഷോർട്ട് സമ്മറിലേക്ക് ലെറ്റ്സ് മൂവ് ഓൺ. ആദ്യമായി നമുക്ക് CA അല്ലെങ്കിൽ CMA എന്താണ് എന്ന് അടിസ്ഥാനപരമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ദിസ് കോഴ്സസ് ടു യു. വാട്ട് ഈസ് CA ആൻഡ് വാട്ട് ഈസ് CMA. CA എന്ന് വെച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി. ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി നടത്തുന്ന കോഴ്സാണ്. ഒരു ആക്ട് ഓഫ് പാർലമെന്റിന് കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി നടത്തുന്ന ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി.
അത് മനസ്സിലായിട്ടില്ലെങ്കിൽ സംഭവം വളരെ ലളിതമാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി റെഗുലേഷൻ ആക്ട് 1949 ആ ആക്ടിന് കീഴിൽ ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി രൂപിതമായി. ആ രൂപിതമായ ബോഡിയുടെ അവരുടെ ഉദ്ദേശം, അവരുടെ പേർപ്പസ് എന്ന് വെച്ചാൽ അവർ നടത്തുന്ന എക്സാം ക്വാളിഫൈ ആകുന്ന കാൻഡിഡേറ്റ്സിനെ ദേ ഗെറ്റ് ക്വാളിഫൈഡ് ആസ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, കൺകറന്റ് ഓഡിറ്റ്, അങ്ങനെ നിയമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പല റെസ്പോൺസിബിലിറ്റീസും അവർ ചെയ്യുന്നു. സോ ബേസിക്കലി അവരുടെ വർക്ക് പ്രൊഫൈൽ ഓഡിറ്റേഴ്സ് ആണ്. ഓഡിറ്റേഴ്സ് മാത്രമല്ല, അവർക്ക് മറ്റു പല അക്കൗണ്ടിങ്ങിന്റെ മറ്റു പല മേഖലകളിലും ദേ ആർ ദ എക്സ്പേർട്സ്. ഇതാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു കോഴ്സാണ് കോസ്റ്റ് അക്കൗണ്ടൻസി. ഇതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ICMAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അവരാണ് ഈ കോഴ്സ് നടത്തുന്നത്. സെയിം പാറ്റേൺ, അവർ എക്സാം നടത്തുന്നു, ക്വാളിഫൈ ആകുന്നവരെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടൻസ് എന്ന് വിളിക്കുന്നു. അവരുടെ പ്രൊഫൈൽ സ്റ്റാറ്റ് ഓഡിറ്റ് അല്ല, അവരുടെ പ്രൊഫൈൽ കോസ്റ്റ് ഓഡിറ്റും മാനേജ്മെന്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് കൺട്രോൾ തുടങ്ങിയ മേഖലയാണ് അവരുടെ സ്കോപ്പ് ഓഫ് എക്സ്പെർട്ടൈസ്. സോ ഈ രണ്ട് കോഴ്സുകളാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. So let's go for a comparison between the two courses, CA and CMA. നമുക്ക് കമ്പാരിസണിന് വേണ്ടി നമുക്ക് 4 ക്രൈറ്റീരിയസ് ഉണ്ട്. ഒന്ന് ഡ്യൂറേഷൻ ആണ്, മറ്റൊന്ന് സാലറി ആണ്, നെക്സ്റ്റ് വൺ ഇസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ലാസ്റ്റ് വൺ ഇസ് കോഴ്സ് ഫീ. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഗോ ഫോർ ദ ഡ്യൂറേഷൻ പാർട്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കാലാവധി 4.5 വർഷമാണ്, 4.5 years. ചിന്തിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഈ 4.5 കൊല്ലം നമ്മൾ പഠിക്കുകയല്ല, 4.5 കൊല്ലത്തിൽ 3 കൊല്ലം നമ്മൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. Whereby you will have to work under the junior or article assistant എന്ന് പറയും, article assistant to a chartered accountant. അപ്പോൾ നമ്മൾ റിയൽ ലൈഫ് വർക്കാണ് ചെയ്യുന്നത്. റിയൽ ലൈഫ് വർക്ക് ചെയ്ത് 3 കൊല്ലം വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പീരിയൻസ്. 1.5 കൊല്ലമാണ് അക്കാഡമിക് സ്റ്റഡീസ് വരുന്നത്. അതിൽ ഈ 4.5 കൊല്ലത്തിൽ നമുക്ക് 3 ലെവലിലായിട്ടാണ് സ്റ്റഡീസ് വരുന്നത്. ഒന്ന് CA ഫൗണ്ടേഷൻ, 2 CA ഇന്റർമീഡിയറ്റ്, 3 CA ഫൈനൽ. അതിൽ CA ഫൗണ്ടേഷനും CA ഇന്റർമീഡിയറ്റും കഴിഞ്ഞിട്ടാണ് ഈ 3 കൊല്ലത്തെ ട്രെയിനിങ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് CA ഫൈനൽ വരുന്നത്. Okay, and now next thing is CMA. CMA കോഴ്സ് 4.5 കൊല്ലമില്ല, 3 കൊല്ലമേ ഉള്ളൂ. ഈ 3 കൊല്ലത്തിൽ അഗെയിൻ CA പോലെ തന്നെ 3 ലെവലിലാണ്. CMA ഫൗണ്ടേഷൻ, CMA ഇന്റർമീഡിയറ്റ് ആൻഡ് CMA ഫൈനൽ. അഗെയിൻ ഈ 3 കൊല്ലം കൊണ്ട് ഈ 3 ലെവൽ അച്ചീവ് ചെയ്യണം. ഇതിനിടയ്ക്ക് ഒരു 1.5 yearsന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വരുന്നുണ്ട്. CAയിൽ അത് 3 കൊല്ലമായിരുന്നു, CMAയിൽ 1.5 കൊല്ലമേ ഉള്ളൂ. അതാണ് ഈ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇനി നെക്സ്റ്റ് ആസ്പെക്റ്റിലേക്ക് പോകാം, സാലറി. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവറേജ് സാലറി 7 to 12 lakh per annum ആണ്. വാർഷിക കണക്കിലാണ് സാലറി വന്നിരിക്കുന്നത്. 7 to 12 lakh per annum ആണ് ഫ്രഷറിന് കിട്ടുന്ന സാലറി. CMA ആകുമ്പോൾ 5 to 9 lakh per annum. ഇതൊരു ആവറേജ് കണക്കാണ്. ഇത് കൂടിയും കുറഞ്ഞും ഡിപ്പെൻഡ്സ് അപ്പോൺ എക്കണോമിക് സിറ്റുവേഷൻസ് മാറി മറിഞ്ഞും ഇരിക്കും. സോ ഐ ടുക്ക് ആൻ ആവറേജ്. ഇനി അടുത്ത പോയിന്റ്, ഈ കോഴ്സ് CA കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ആണ്, എന്തെല്ലാം പ്രൊഫൈൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അതാണ് അടുത്തൊരു ചോദ്യം. CAക്കും CMAക്കും സെയിം പ്രൊഫൈലാണ് ഓൾമോസ്റ്റ്. അതുകൊണ്ട് നമുക്ക് ആ പ്രൊഫൈലിനെ 5ആയി ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഇസ് എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉദ്ദേശം ഒരു കരിയറിൽ ഒരു നല്ല ജോലി അല്ലെങ്കിൽ ഒരു കരിയർ ഫോക്കസ്ഡിലേക്ക് എംപ്ലോയ്മെന്റ് ഇൻ MNCs ഒക്കെ ആണെങ്കിൽ there you have got the option. ബിക്കോസ് ചാർട്ടേഡ് അക്കൗണ്ട്സ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും, ഇന്ത്യയിലും പുറത്തും ഉണ്ടായിരിക്കും. ഇനി ചില ആൾക്കാരുണ്ട്, എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നല്ല, ഒരാളുടെ കീഴിൽ എംപ്ലോയ്മെന്റ് എന്ന ഫ്രെയിംവർക്കിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, സ്വന്തമായി പ്രാക്ടീസ് ചെയ്യണമെന്നാണെങ്കിൽ അഗൈൻ യു ഹാവ് ഗോട്ട് യുവർ ഓപ്ഷൻ ആസ് വെൽ, പ്രാക്ടീസ്. ചാർട്ടേഡ് അക്കൗണ്ട്സിനും കോസ്റ്റ് അക്കൗണ്ട്സിനും അവരവരുടെ പ്രൊഫൈലിൽ ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനിയും കൺസൾട്ടൻസി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ്, അതുപോലെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവർക്കെല്ലാം കൺസൾട്ടന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഗവൺമെന്റ് സർവീസ്. ഗവൺമെന്റ് സർവീസിൽ ഗവൺമെന്റ് കമ്പനീസിലെ പല പോസ്റ്റുകളും ചാർട്ടേഡ് അക്കൗണ്ട്സിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, കോസ്റ്റ് അക്കൗണ്ട്സിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ ടീച്ചിങ് പാർട്ട്. സപ്പോസ് ഐ ജസ്റ്റ് വാണ്ട് ടു ബിക്കം എ ടീച്ചർ, ഐ വാണ്ട് ടു ബിക്കം എ ഫാക്കൽറ്റി, ആൻഡ് എനിക്ക് CA CMA ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതാത് ഫീൽഡിൽ എനിക്ക് ഫാക്കൽറ്റി ടീച്ചറായിട്ടും ജോലി ചെയ്യാൻ പറ്റും. ഈ 5 ഓപ്പർച്യൂണിറ്റി, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള 5 ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന അപൂർവം കോഴ്സുകളിൽ ഒന്നാണ് CA ആൻഡ് CMA. ഇനി ഈ കോഴ്സുകളുടെ ഫീസ് സ്ട്രക്ചറിനെ പറ്റി പറയാം. ഞാൻ നേരത്തെ സൈഡിൽ പറഞ്ഞിരുന്നു, അഫോർഡബിൾ ഫീസ് ആണെന്ന് പറഞ്ഞിരുന്നു. എത്രയാണെന്ന് പിന്നീട് പറഞ്ഞിരുന്നു. ഹിയർ വി ഗോ. കോഴ്സ് ഫീ എത്രയാണ്? ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൽ 4 കൊല്ലത്തേക്ക് പഠിക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ എക്സാം ഫീസ്, മറ്റ് ട്രെയിനിങ് ഫീസ് എല്ലാം ചേർത്ത് 1 lakh 1.25 lakh ആവറേജ് അത്ര വരുന്നുള്ളൂ. ഫോർ ദ എൻറ്റയർ 4.5 years അത്ര മാത്രമേ വരുന്നുള്ളൂ. CMA ആണെങ്കിൽ ഇറ്റ് ഈസ് 75,000 rupees at an average, including this registration fees and
ഇറ്റ് കവേഴ്സ് ദിസ് രജിസ്ട്രേഷൻ ഫീസ്. നെറ്റ് ട്യൂഷൻ ഫീസ് അല്ല, രജിസ്ട്രേഷൻ ഫീസും എക്സാം ഫീസും അടക്കം 75,000 rupees ആണ് അതിന്റെ ആവറേജ് വരുന്നത്. അഗെയിൻ ഇത് ആവറേജ് കണക്കാണ്, കാരണം ഇന്നത്തെ ഫീസ് ആയിരിക്കില്ല അടുത്ത കൊല്ലത്തെ ഫീസ്. ദർ ഇസ് എ ചാൻസ് ഫോർ എ ഫർദർ എസ്കലേഷൻ. Therefore, I am taking the average fees. And now let's go to next aspect. So this might be a question which is there in everybody's mind, like, is it possible to pursue both graduation and professional courses at one go? എന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്രാജുവേഷന്റെ കൂടെ തന്നെ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അത് അമിതഭാരമാകുമോ? ഇസ് ഇറ്റ് എ ബർഡൻ? അങ്ങനെയാണ് ഒരു ചിന്ത മനസ്സിലുണ്ടായിരിക്കാം. ദാറ്റ്സ് എ പ്രൈമറി ഡൗട്ട് വിച്ച് വിൽ ബി ഹാവിംഗ് ഇൻ യുവർ മൈൻഡ്. ഉത്തരം വളരെ സിമ്പിൾ ആണ്. നമുക്ക് രണ്ട് കാര്യം മതി. ഒന്ന് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്, രണ്ടൊരു പ്രോപ്പർ ഗൈഡൻസ് ആണ്. എന്താണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്, എന്താണ് പ്രോപ്പർ ഗൈഡൻസ്? ഈ രണ്ട് പ്രോഗ്രാമും ഒന്നിച്ച് കൊണ്ടുപോകുന്നത് ഒരു ബേർഡൻ ആവില്ല എന്ന് നമ്മൾ മുൻപേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാരണം രണ്ടിന്റെയും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. രണ്ട് കോഴ്സ്, പ്രൊഫഷണൽ കോഴ്സ് ആയാലും അതല്ല നമുക്ക് ഈ പറയുന്ന ഗ്രാജുവേഷൻ ആയാലും സിലബസ് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ അത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. അതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ട മറ്റൊന്ന് പ്രോപ്പർ ഗൈഡൻസ്. എന്താണ് പ്രോപ്പർ ഗൈഡൻസ് എന്ന് പറയുന്നത്? അതായത് അതാത് കോഴ്സുകൾക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് ഫ്രം എക്സ്പീരിയൻസ് ടീച്ചേഴ്സ്, ഹൗ ടു ഡീൽ വിത്ത് എ സബ്ജക്ട്, ഹൗ ടു റൈറ്റ് ദ എക്സാമിനേഷൻ, അങ്ങനെയുള്ള പ്രോപ്പർ ഗൈഡൻസ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ 3 കൊല്ലം സ്പാൻ എടുത്ത് ഈ പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൽ ചിന്തിക്കേണ്ട പോയിന്റ് താഴെ കണ്ട പോലെ കോമൺ സിലബസ് ആൻഡ് 3 years സ്പാൻ ഓഫ് ഗ്രാജുവേഷൻ പ്രോഗ്രാം. നമുക്ക് എന്തായാലും ഗ്രാജുവേഷൻ തീരാൻ 3 കൊല്ലം സമയമുണ്ട്. ആ 3 കൊല്ലം സമയത്തിനിടയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ കോഴ്സുകൾ സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇറ്റ്സ് പെർഫെക്റ്റ്ലി അച്ചീവബിൾ. അതെന്തുകൊണ്ടാണെന്ന് നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇത് എല്ലാവരുടെയും മനസ്സിലുള്ള മറ്റൊരു ചോദ്യമാണ്, ഈ കോഴ്സുകൾ പൊതുവെ ടഫ് ആണെന്നല്ലേ കേട്ടേക്കുന്നത്, ഈ കോഴ്സുകളെല്ലാം ടഫ് അല്ലേ, ഇത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ജനറലി അച്ചീവ് ചെയ്യാൻ പറ്റുമായിരിക്കും, ബട്ട് ഐ എലിജിബിൾ ടു ജോയിൻ ദിസ് കോഴ്സ് ഓർ ക്യാൻ ഐ അച്ചീവ് ദിസ് കോഴ്സ്? ഒരു ആവറേജ് സ്റ്റുഡന്റിന് അല്ലെങ്കിൽ പൊതുവെ കേട്ടിരിക്കുന്ന വെച്ചാൽ ഈ പറഞ്ഞ കോഴ്സുകൾ ഇസ് ലൈക്ക് ഇറ്റ് ഇസ് മെൻ ഫോർ സ്റ്റുഡൻസ് ഹു ആർ ഹാവിംഗ് ഹൈ ലെവൽ ഓഫ് EQ, IQ. നോ, അങ്ങനെയല്ല. ഇത് നമുക്ക് ഇൻഡിവിജ്വലി എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ സ്ലൈഡ് പറയുന്നത്. അതിന് 4 കാരണങ്ങളുണ്ട്. ലെറ്റ്സ് think of that. 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, പ്രോപ്പർ ക്ലാസ് ആണ്. നമുക്ക് അതാത് പ്രൊഫഷണൽ കോഴ്സുകളുടെ പേപ്പേഴ്സിന്റെ പ്രോപ്പർ ക്ലാസ്സുകൾ അതാത് സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് തന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി ഈസി ഫോർ യു. കാരണം ഈ കോഴ്സുകളുടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ അക്കാഡമിക് ബ്രില്യൻസ് മാത്രമല്ല, ഹൗ ടു പ്രസന്റ് ദ ആൻസർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൺസ് യു ഗെറ്റ് എ പ്രോപ്പർ ക്ലാസ്, you will get a proper confidence and you yourself will understand how to write the examination. അതൊരു പോസിറ്റീവ് സൈഡ് ആണ് which we are going to offer to you. നിങ്ങളുടെ ക്യാമ്പസിൽ തന്നെ that we are having our coaching for this CA and CMA along with graduation program. BComന്റെ കൂടെ തന്നെ നമുക്ക് ഈ കോഴ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും with the help of experienced faculties. And the second one is, ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എക്സാം എങ്ങനെ പ്രസന്റ് ചെയ്യണം അല്ലെ, അതിനു വേണ്ടി we are offering you this facility, that is mock test and additional sessions. പ്രൊഫഷണൽ എക്സാമിനേഷൻസിന്റെ ഏറ്റവും വലിയ കീ ഏരിയ ആണ് നമുക്ക് എക്സാമിന് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് സബ്ജക്ട് പഠിച്ചു, ആ പഠിച്ച സബ്ജക്ട് മനസ്സിലുണ്ട്, ബട്ട് വാട്ട് ഇഫ് യു കുഡന്റ് പ്രസന്റ് ദാറ്റ് ഇൻ ടു എൻ എക്സാം പേപ്പർ? സോ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വി ആർ ഓഫറിംഗ് യു മോക്ക് ടെസ്റ്റ് ആൻഡ് അഡീഷണൽ സെഷൻസ് അലോങ് വിത്ത് ദിസ് കോഴ്സ്. ആൻഡ് തേർഡ് വൺ, എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള മൂന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ദ ഇൻക്രീസിംഗ് ട്രെൻഡ് ഇൻ പാസ് പെർസെൻറ്റേജ്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഈ CA ഫൗണ്ടേഷന്റെയും CMA ഫൗണ്ടേഷന്റെയും അതാത് ഇന്റർമീഡിയറ്റ് ലെവലുകളുടെയും പാസ് റിസൾട്ട് വളരെ കൂടുതലാണ്, വിച്ച് യു ക്യാൻ റീകൺഫേം ബൈ ചെക്കിംഗ് ഇൻ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് CA ആൻഡ് CMA. They have shown a very huge increase in pass percentage. That is a positive news. And fourth one, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്, പോസിറ്റീവ് ഫാക്ടറിലെ ഫോർത്ത് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, ദാറ്റ് ഈസ് ദ സിനർജി ഫ്രം ഗ്രാജുവേഷൻ സിലബസ്. എന്ന് വെച്ചാൽ നമ്മൾ ഡിഗ്രിയിൽ പഠിക്കുന്ന അതേ സിലബസ് ആണല്ലോ പ്രൊഫഷണൽ പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പുതിയ സബ്ജക്റ്റിൻ്റെതായിട്ടുള്ള ഒരു ഫെമിലിയാരിറ്റി ഇല്ലായ്മ ഫീൽ ചെയ്യില്ല. ആൻഡ് മോർ ഓവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിരിക്കും. ഗ്രാജുവേഷനുള്ള ഗ്രിപ്പ് പ്രൊഫഷണലിലും, പ്രൊഫഷണലെ ഗ്രിപ്പ് തിരിച്ചിങ്ങോട്ട് ഗ്രാജുവേഷനിലും നമുക്ക് ഒരു സിനർജി ആയിട്ട് ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് അസ്. സോ ഈ 4 ഫാക്ടറാണ് നമുക്ക് പറയാനുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ്. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇസ് ഇറ്റ് ബെറ്റർ ടു പെർസ്യൂ ദിസ് കോഴ്സസ് ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ? പല കുട്ടികളും ഡിഗ്രിക്ക് ചേരുന്ന തന്നെ പ്രൊഫഷണൽ കോഴ്സ് എടുക്കണമെന്ന് മനസ്സിലുണ്ട്, പക്ഷെ ഡിഗ്രി കഴിഞ്ഞിട്ട് മതിയോ എന്നൊരു ചിന്തയാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മേ ബി സംബഡി സെറ്റ് ലൈക്ക്, എന്റെ റിലേറ്റീവ് ചെയ്യുന്നുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അല്പം കൂടെ എക്സ്ട്രാ ബെനിഫിറ്റ്. ടു ബി വെരി പ്രിസൈസ്, ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്.
അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റിയ 2 ലെവൽ ഈ 2 കോഴ്സിലും ഉണ്ട്. CA ഫൗണ്ടേഷൻ, CA ഇന്റർ. ഇഫ് യു ടേക്ക് CMA എടുക്കുവാണെങ്കിൽ CMA ഫൗണ്ടേഷൻ, CMA ഇന്റർ. ഈ 2 ലെവൽസും ആക്ച്വലി ഡിഗ്രിയുടെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ലെവൽസ് ആണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നിരിക്കെ വീണ്ടും സമയം വേസ്റ്റ് ആക്കി അതിനുവേണ്ടി ഡിഗ്രി കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണതെന്ന് വെച്ചാൽ യു ഹാവ് ലേൺഡ് അബൌട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, റൈറ്റ്? കാരണം അത്രയും സമയം പിന്നെ വേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ക്വാളിഫിക്കേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ കരിയർ സെറ്റ് ചെയ്യാം. അതേസമയം വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ കരിയർ അത്ര കൂടെ ലാഗ് ആവും. ആ ലാഗ് ആക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് തിരിച്ച് അങ്ങോട്ടുള്ള ചോദ്യം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വൈ വേസ്റ്റിംഗ് ഫോർ ദ പ്രഷ്യസ് ടൈം ദാറ്റ് കുഡ് ഹാവ് ബീൻ ഇൻവെസ്റ്റഡ് ഇൻ യുവർ കരിയർ ഫോർ സംതിങ് ദാറ്റ് ഇസ് അച്ചീവബിൾ right now. And now the thinking is all yours. And now let's go to the next slide. Are you interested to know how many qualified CAs or CMAs are there in India and how many students are there for these courses? Well, here we go. 2,92,000 2,92,000 qualified CAs 2020 കണക്കാണ് ഇന്ത്യയിലുണ്ട്. അതുപോലെ 1,20,000 qualified CMAs ഉണ്ട്. ഓരോ കൊല്ലവും 3 lakh സ്റ്റുഡൻസ് ആർ ജോയിനിങ്. ദാറ്റ് ഡു മീൻസ് ദാറ്റ് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ഒരു 1.5 lakh സ്റ്റുഡൻസ് മൈറ്റ് ഹാവ് ജോയിൻഡ് ഫോർ ദി CA CMA കോഴ്സസ് ഇൻ ദീസ് ഇയർ അലോൺ. അതുകൊണ്ട് ഒരുപാട് പേര് ലൈക്ക് ദേ ആർ ഫൈൻഡിങ് ദിസ് കോഴ്സസ് റിയലി ഇൻട്രസ്റ്റിംഗ് ആൻഡ് റിയലി ഫോക്കസ്ഡ് ഓൺ ദ കരിയർ ആൻഡ് ദിസ് പീപ്പിൾ ആർ ജോയിൻ ദിസ് കോഴ്സസ്. സോ ടു ദ നെക്സ്റ്റ് ആസ്പെക്ട്. One of the most frequently asked questions is like, ഈ കോഴ്സസിന് ഇന്ത്യയിൽ മാത്രമേ വാലിഡിറ്റി ഉള്ളൂ, പുറത്തേക്ക് വാലിഡിറ്റി ഉണ്ടോ? Can I find some employment abroad? So this is a important question that we should be focusing. So an answer like a form. Well, we have got the answer here. See, in this aspect, നമുക്ക് 3 കാര്യം ചിന്തിക്കാനുള്ളത്. ഒന്ന്, ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ട്സിനും ഇന്ത്യൻ CMAസിനും ഗ്ലോബൽ റെപ്യൂട്ടേഷൻ ഉണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സിലബസ് ഇസ് ലൈക്ക് സോ മച്ച് കോംപ്രിഹെൻസീവ്. നമുക്ക് അത്രയും ഡെപ്തിൽ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ CSനും CMAസിനും ഒരു ഗ്ലോബൽ റെപ്യൂട്ടേഷൻ ഉണ്ട്, എസ്പെഷ്യലി ഇൻ മിഡിൽ ഈസ്റ്റ്. അത് മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ICAIക്കും അതേസമയം ICMAI പോസ്റ്റ് അക്കൗണ്ട്സിന്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്കും മറ്റു രാജ്യങ്ങളിലെ സമാനമായ പ്രൊഫഷണൽ ബോഡീസുമായിട്ട് MOUs ഉണ്ട്. MOU മീൻസ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് തന്നെ ചാർട്ടേഡ് അക്കൗണ്ട്സ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് മറ്റു രാജ്യത്ത് പോയി ജോലി ചെയ്യണമെങ്കിൽ MOU ഉള്ള രാജ്യമാണെങ്കിൽ അവിടുത്തെ ആ കോഴ്സിന്റെ ചില പേപ്പേഴ്സ് മാത്രം എഴുതിയാൽ ക്വാളിഫിക്കേഷൻ കിട്ടും. സെയിം തിങ് വിത്ത് ICMAI കോസ്റ്റ് അക്കൗണ്ട്സിനും ഈ ഒരു പ്രിവിലേജ്, ഈ ഒരു MOU പ്രിവിലേജ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നമുക്ക് ആ കോഴ്സുകൾ അച്ചീവ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ആൻഡ് തേർഡ് തിങ് ഇസ് ലൈക്ക് പുറത്ത് ജോലി കിട്ടുന്നു, മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ ഒരു മറ്റു രാജ്യത്തോ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ജോലി കിട്ടിയാൽ എത്രയായിരിക്കും പേ സ്കെയിൽ എന്നാണ്. So the average pay scale for CAs and CMAs abroad India ranges from, in terms of US dollars, it's like $110,000 to $130,000. That's a huge pay scale actually. So this shows that e course inde oru relevance. And now let's go to the next aspect for discussion. So the next obvious question is like, ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ എൻറോൾ ചെയ്യണം, അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? സോ നമുക്ക് അതിലേക്ക് പോവാം. എൻറോൾ ചെയ്യാനുള്ള 3 പ്രോസസ് ആണ്. ദാറ്റ്സ് വെരി ഈസി ആക്ച്വലി. ദ ഫസ്റ്റ് തിങ് ടു ഡു ഇസ് ലൈക്ക് നമ്മുടെ ക്യാമ്പസിലുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്, അത് CA ആണെങ്കിലും CMA ആണെങ്കിലും അതിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് നമ്മൾ ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാമിന്റെ രജിസ്ട്രേഷൻ ഉണ്ട് വിത്ത് ദ റെസ്പെക്റ്റീവ് ബോഡി ICAI ഓർ ICMAI ആസ് ദ കേസ് മേ ബി. യു ഹാവ് ടു രജിസ്റ്റർ ടു ദം. ആൻഡ് പിന്നീട് എക്സാം സമയമാകുമ്പോൾ നമുക്ക് ആ എക്സാമിനേഷന് സമാനം അതിന് തൊട്ട് മുന്നേയുള്ള നേരത്തെ പറഞ്ഞ മോക്ക് ടെസ്റ്റും അഡീഷൻ സെഷനും അറ്റൻഡ് ചെയ്യുന്നു. സോ ഇതാണ് ഇതിന്റെ ലളിതമായിട്ടുള്ള 3 പ്രോസസ്. സോ ലെറ്റ്സ് ഗോ ഫോർ ദ റോഡ് മാപ്പ്. എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോൾ വരുന്ന 6 മാസത്തേക്കുള്ള നമ്മുടെ പ്ലാനിങ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കൺസിഡറിംഗ് ദാറ്റ്, imagine that you are joining for the CA or CMA course foundation level at August. ഈ ഓഗസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കോച്ചിങ് ക്ലാസ് വിൽ ബി സ്റ്റാർട്ടിംഗ് ബൈ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഓഗസ്റ്റ്. പ്രോബബ്ലി വിൽ ബി സ്റ്റാർട്ടിംഗ് ഫോർ ദാറ്റ്. അത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈം ടേബിളിൽ നിൽക്കാൻ പറ്റുള്ളൂ. സോ ഹോപ്പ്ഫുള്ളി വിൽ ബി സ്റ്റാർട്ടിംഗ് ദ കോച്ചിങ് ക്ലാസ്സസ്, ദാറ്റ് സെക്കൻഡ് സ്റ്റേജ് കോച്ചിങ് ക്ലാസ് ബൈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക്. ആൻഡ് എക്സാം രജിസ്ട്രേഷൻ വരുന്നത് ഒക്ടോബറിലായിരിക്കും, ഒക്ടോബർ ഫസ്റ്റ് വീക്കിലായിരിക്കും. അഗൈൻ കോവിഡ് സിനറി ആയതുകൊണ്ട് ഈ ടൈം ടേബിളിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം, ബിക്കോസ് വിച്ച് വി നോ ദ പ്രോട്ടോകോൾസ് ആസ് വെൽ ആസ് ഗവൺമെന്റ് നോംസ് ഹാസ് ടു ബി കൺസിഡേർഡ്. അപ്പം എവറിത്തിങ് ഗോസ് വെൽ, വി ഹാവ് ദ എക്സാം രജിസ്ട്രേഷൻ ബൈ ഒക്ടോബർ. ഹാൾ ടിക്കറ്റ്സും മോക്ക് ടെസ്റ്റും ഒക്ടോബർ സെക്കൻഡ് വീക്കോട് കൊടുത്തിരുന്നു. ആൻഡ് നവംബർ മാസമാണ് നമുക്ക് ഫസ്റ്റ് ലെവൽ, CA ആണെങ്കിലും CMA ആണെങ്കിലും ഫൗണ്ടേഷൻ എക്സാം വിൽ ഫാൾ ഓൾമോസ്റ്റ് ബൈ ദ മന്ത് ഓഫ് നവംബർ. ആൻഡ് നവംബറിൽ എക്സാം നടക്കുകയാണെങ്കിൽ ജാൻ ഫസ്റ്റ് വീക്കോട് റിസൾട്ട് വരുന്നു.
റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ജാൻ 2nd വീക്ക് തൊട്ട് നമ്മൾ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ചുരുക്കിയുള്ള റോഡ് മാപ്പ്. As I told you earlier, these might be subject to change due to COVID scenario based upon government rules and norms. So now let's go to next aspect. 292,000 chartered accounts ഉണ്ടെന്ന് പറഞ്ഞു. 120,000 ഓളം CMAs ഉണ്ടെന്ന് പറഞ്ഞു. And അതിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ്, there are a lot of negative factors that might pull us away. Things like ഈ കോഴ്സുകൾ ടഫ് അല്ലേ, അങ്ങനല്ലേ, ഇങ്ങനല്ലേ. ബട്ട് അപ്പോഴും ഞാൻ ഈ നമ്പർ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രിന്റ് ചെയ്ത് തരികയാണ്. 292,000 ചാർട്ടേഡ് അക്കൗണ്ടൻസ്, 120,000 CMAs. അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി വി കൻ ഓൾസോ അച്ചീവ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട്, ഞാൻ ഫസ്റ്റ് സൈഡ് പറഞ്ഞ 2 കാര്യം, സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് പ്രോപ്പർ ഗൈഡൻസ്. അത് രണ്ടും ദാറ്റ് ഈസ് വാട്ട് വി ആർ വില്ലിംഗ് ടു ഓഫർ ടു യു സോ ദാറ്റ് യു വിൽ ബി കോൺഫിഡൻറ്റ് ഇനഫ് ടു റൈറ്റ് എനി എക്സാം അറ്റ് ദിസ് പ്രൊഫഷണൽ ലെവൽസ്. വൺ ഓഫ് ദ ജനറൽ ഡൗട്ട് ഈസ്, ഈ കോഴ്സുകളിൽ നമ്മൾ പഠിക്കുന്ന മെയിൻ സബ്ജക്ട്സ് എന്തൊക്കെയാണ്? ലെറ്റ്സ് ഹാവ് എ ലുക്ക്. അക്കൗണ്ടൻസി, ലോ, ടാക്സ്, കോസ്റ്റിംഗ്. FM means financial management and auditing. And the happy thing is that ഈ എല്ലാ പേപ്പേഴ്സും തന്നെയാണ് നിങ്ങൾ ഗ്രാജുവേഷൻ ലെവലിലും പഠിക്കുന്നത്. So as I said earlier, the synergy between graduation program and professional courses, ഇതാണ് ആ സബ്ജക്ട്സ്. സോ ഒബ്വിയസ്ലി ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇതിനു പുറമെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ക്ലാരിഫിക്കേഷനും ഒരുപാട് ക്വയറീസും ഉണ്ടായിരിക്കാം. സോ വി ആർ ഓൾവേസ് ഗ്ലാഡ് ടു അസിസ്റ്റ് യു വിത്ത് എനി ഫർദർ ക്വയറീസ് regarding these courses, regarding any of your concerns, your worries, whatever it is. So feel free to contact us in the contact details, which I'm going to show you right now. So this is the contact details here. So we have got the details of every course here. Department of BCom Finance and Taxation at our college. കോണ്ടാക്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കോളേജിന്റെ വെബ്സൈറ്റിലും ഇതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ഇനിയും അതല്ല, നമുക്ക് കോഴ്സിനെ പറ്റി CA/CMA കോഴ്സിനെ പറ്റി ഒഫീഷ്യലി അറിയാനാണെങ്കിൽ അതിന്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും ഈ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഐ ഹോപ്പ് ലൈക്ക് യു വിൽ നോട്ട് ഡൗൺ ദ സെയിം ഇൻ കേസ് യു വാണ്ട്. And എന്ത് സംശയങ്ങളുണ്ടെങ്കിലും the first thing to do is like you have to contact us for any official inquiry regarding structure, regarding course fees, regarding ഇപ്പം പറഞ്ഞ വീഡിയോയിൽ കണ്ടന്റ്സ് വളരെ ചുരുക്കിയേ പറഞ്ഞിട്ടുള്ളൂ. It was just about an introduction. So there is a chance, there's not a chance, there is certainty that you will be having a lot of doubts. So don't keep a doubt in your mind. Feel free to contact us. We are always ready to help you. And with this, let me summarize my video presentation. So thank you for watching this video and all the best wishes to fly high. Thank you.